അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ മനുഷ്യന്മാരായ നമ്മൾ ഈ ദുനിയവിയായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരായ മറ്റുള്ള മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് നാം കുറേ കടപ്പാടുകൾ, കുറേ ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ട്. എല്ലാവരാലും തൃപ്തിപ്പെടുത്തി, എല്ലാവരാളും സന്തോഷപ്പെടുത്തി, ഏതൊരാൾക്കും എന്നെക്കൊണ്ട് വിഷമമില്ലാത്തൊരു ജീവിതം, അങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ വിജയം കൈവരിക്കുക. അങ്ങനെ മനുഷ്യന്മാരുമായി ഇടപെട്ട് ജീവിക്കുമ്പോൾ നാം പാലിച്ചിരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലാ തഹ്മിലന്നാസ അല മുറാദി നഫ്സിക, മറ്റുള്ള മനുഷ്യന്മാരെ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ഉപയോഗിക്കരുതേ. വളരെ ശ്രദ്ധേയമായ, വളരെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട, പാലിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതെ, നമ്മൾക്ക് കുറച്ച് അധികാരമോ കുറച്ച് പണമോ വരുമ്പലേക്ക് ഏതായാലും സ്വാഭാവികമാണ് നമ്മുടെ കീഴിൽ ചില ആൾക്കാർ പണിയെടുക്കാനും ജോലി ചെയ്യാനൊക്കെ ഉണ്ടാകും. അങ്ങനെ അവർക്ക് എൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കി തൻ്റെ എല്ലാ വിഷയങ്ങളെയും തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരെ നാം ഉപയോഗിക്കുന്നത് അത് വലിയൊരു തെറ്റാണ്. പലപ്പോഴും ഞാനൊരു ബാപ്പയാണെന്ന് മനസ്സിലാക്കി, ഞാനൊരു ഭർത്താവാണെന്ന് മനസ്സിലാക്കി, ഞാനൊരു ഉസ്താദാണെന്ന് മനസ്സിലാക്കി, ഞാനൊരു നേതാവാണെന്ന് മനസ്സിലാക്കി, ഞാൻ ഈ കുറേ ജോലിക്കാരുടെ മുതലാളിയാണെന്ന് മനസ്സിലാക്കി തൻ്റെ കീഴിലുള്ള, അതേ ഭർത്താവാകുമ്പോൾ ഭാര്യയെ, ബാപ്പയാകുമ്പോൾ മക്കളെ, ഉസ്താദാകുമ്പോൾ ശിഷ്യന്മാരെ, അതേ മുതലാളിയാകുമ്പോൾ ജോലിക്കാരെ, അവരെയെല്ലാം വേദനിപ്പിക്കുന്ന രീതിയിൽ, അവരെല്ലാം വിഷമിപ്പിക്കുന്ന രീതിയിൽ തൻ്റെ ആവശ്യങ്ങൾ, ഓരോരോ ആവശ്യത്തിനു വേണ്ടിയും തനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും താൻ ചെയ്യാതെ താനൊരു മടിയനായിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് വലിയൊരു ദുസ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് മറ്റുള്ളവരുമായി ഒരു നിരക്കും ഇടപെട്ട് ജീവിക്കാൻ പാടില്ല എന്നല്ല, ഒരു അതിര് വിട്ടിട്ട് മറ്റൊരുത്തനെ കൊണ്ട് ജോലി എടുപ്പിക്കുക, മറ്റൊരുത്തനെ കൊണ്ട് തൻ്റെ ആവശ്യങ്ങളെ അവനേതായാലും അത് പറഞ്ഞ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാകുമ്പോൾ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുക. കുറേ ഭർത്താക്കന്മാർ അങ്ങനെ ഭാര്യമാരെ വേദനിപ്പിക്കുന്നവരുണ്ട്. അവൾ എൻ്റെ ജോലി ചെയ്യേണ്ടവരാണെന്ന് മനസ്സിലാക്കി അവളെ കൊണ്ട് എന്തെല്ലാം, ഒരു ഭാര്യയാകുമ്പോൾ ഭർത്താവിന് ചില ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കും, അത് അവളുടെ നല്ല സ്വഭാവം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവരെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അവരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലക്കും ഒരു ഭർത്താവ് അവളെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു വാപ്പ, അതേ തൻ്റെ മക്കൾ ഞാൻ അവരുടെ വാപ്പയാണെന്ന് മനസ്സിലാക്കി വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, പല ജോലികളും നൽകി പല ഖിദ്മത്തുകളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ആയി പോകരുത്. മക്കളാകുമ്പോൾ ബാപ്പന്മാരെ സഹായിക്കും, ഖിദ്മത്ത് ചെയ്യും, അവർ സഹകരിച്ച് ജീവിക്കും, അതൊക്കെ ഉണ്ടാകും, അത് വേണം. പക്ഷേ ഒരു അതിര് വിട്ട് ഞാനൊരു ബാപ്പയാണ്, അവരൊക്കെയും മക്കളാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഷയം അവർ ചെയ്യണം എന്ന രീതിയിൽ ആയി പോകരുത്. അതുപോലെ തന്നെ ഉസ്താദും ശിഷ്യന്മാരാകുമ്പോൾ, അതേപോലെ തന്നെ ഒരു മുതലാളി തൻ്റെ ജോലിക്കാരുമായി ഇടപെടുമ്പോൾ, ഇതാണ് ഗസാലി ഇമാം പറഞ്ഞത്, തൻ്റെ സ്വന്തം ആവശ്യങ്ങൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്യണം. പിന്നെ കുറച്ചൊക്കെ താനുമായി ബന്ധപ്പെട്ടവർ അത് ചെയ്തു തരും, അത് തെറ്റ് എന്നല്ല. അല്ലാത്ത വിഷയങ്ങളൊക്കെയും മറ്റൊരുത്തനെ ഏൽപ്പിക്കൽ, അവനെ ഉപയോഗിക്കൽ അത്ര ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, ബൽ തുഹ്മലു നഫ്സുക അലാ മുറാദിഹിം,
അവരെ കൊണ്ട് നിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ നീ ഒരു വാപ്പയാണെങ്കിലും, നീ ഒരു ഭർത്താവാണെങ്കിലും, നീ ഒരു ഉസ്താദാണെങ്കിലും, നീ ഒരു മുതലാളിയാണെങ്കിലും, നിന്റെ കീഴിലുള്ള ഭാര്യയെ, മക്കളെ, ശിഷ്യന്മാരെ, ജോലിക്കാരെ, കൂട്ടുകാരെ, അവരെ ആവശ്യത്തിന് വേണ്ടി നീ നിന്റെ നഫ്സിനെ ധാരാളം ഉപയോഗിക്കുന്നവനാകണം. അവർക്ക് വേണ്ടി അവരെ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്നവനാകണം. ഒരു വാപ്പ മക്കളെ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്ന ഒരു വാപ്പയാകണം. ഒരു ഭർത്താവ് ഭാര്യയെ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഭർത്താവാകണം. ഒരു ഉസ്താദ് ആ നിലയ്ക്ക്, ഒരു മുതലാളി ശിഷ്യന്മാർ, മുതലാളി തൻ്റെ ജോലിക്കാർ, ആ രീതിയിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളെ അതിനുവേണ്ടി പരിഗണിച്ച്, അതിന് സഹകരിച്ച്, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു സ്വഭാവമാണ് ഒരു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഏറ്റവും നല്ല ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപെടുക, നാം മറ്റുള്ളവരെ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഏത് രീതിയാണ്, ഏത് ശൈലിയാണ് നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക. നല്ല സ്വഭാവമുള്ളവരാകണം. അപ്പോഴേ അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടുകയുള്ളൂ. ആ കൂട്ടരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.